അപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ അബാദ് കോപ്പർ കാസിൽ. അത് ഏകദേശം ഞാൻ 4 മണിക്കൂറാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ 4 മണിക്കൂർ 20 മിനിറ്റ് എടുക്കും. പക്ഷെ കുഴപ്പമില്ല. നമ്മളപ്പോൾ മാരാറിൽ നിന്ന് മൂന്നാറിൽ പോവാണ്. ആൻഡ് ആക്ച്വലി നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് മുമ്പ് തന്നെ വി ആർ വെരി ഹാപ്പി. കാരണം ഇങ്ങനത്തെ നല്ല ലാൻഡ്സ്കേപ്സിൽ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് കേരളത്തിൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. ആൻഡ് ഈ ഒരു വാട്ടർ ബോഡീസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം കിട്ടും. ഇപ്പോൾ നമ്മൾ ബാക്ക് വാട്ടേഴ്സ് കഴിഞ്ഞു. ഇനി അടുത്തത് നല്ല പച്ച പിടിച്ച പാടം. ഈ മഴക്കാലം കൂടെ ആയതുകൊണ്ടാണ് കണ്ണിന് എന്തൊരു കുളിർമയാണ് ശരിക്കും. ഇതൊക്കെ ശരിക്കും നമ്മൾ വെളിയിലിറങ്ങി എൻജോയ് ചെയ്യേണ്ട ടൈമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ. ഞങ്ങൾ രാവിലെ ഇറങ്ങിയോണ്ട് വേദുവിന് ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് അറിയാവുന്നതുകൊണ്ട് അവരത് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അതല്ലാതെ ഞങ്ങൾക്ക് കുറച്ച് സാൻഡ്വിച്ചസ് ഒക്കെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ദിസ് ഇസ് പെർഫെക്റ്റ്. ആക്ച്വലി മൂന്നാറിലേക്ക് പോകുമ്പോൾ മഴ പെയ്യുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. ആൻഡ് ഇറ്റ്സ് സ്റ്റാർട്ടിങ് ടു ഡ്രിസിൽ. ഇനി ഒരു 2.5 മണിക്കൂറും കൂടി ഉണ്ട് എത്താൻ. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇങ്ങനത്തെ ഒരു ചെറിയ ഡ്രിസിൽ മൂന്നാറിലും കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആൻഡ് ദ വെദർ ഇസ് ഗോയിങ് ടു ബി ഓസം ഗൈസ്. We are enjoying this drive so much. അപ്പോൾ നന്നായി മഴ കൂടി. പക്ഷെ ഈ മഴയുടെ സൗണ്ട് ഉണ്ടല്ലോ ഗ്ലാസ്സിൽ തട്ടുന്നത്, അത് കേൾക്കാൻ തന്നെ എന്തൊരു സുഖമാണ്. ആൻഡ് വി ലവ് ഡ്രൈവിംഗ് ഇൻ ദ റെയിൻ. ഇത് കാരണം മൂന്നാറിലെ വെതർ കുറച്ചും കൂടെ നന്നായി കാണും. അപ്പോൾ നമ്മൾ ബാക്ക് വാട്ടേഴ്സ് കടൽ കണ്ടു, നമ്മൾ പാടം കണ്ടു. ഇനിയിപ്പോൾ കോട്ടയംകാർക്ക് വേണ്ടി കുറേ റബ്ബർ എസ്റ്റേറ്റും കണ്ടു. ഇപ്പോൾ ഒരു 2 മണിക്കൂറായിട്ടുള്ളൂ. പക്ഷെ എത്ര ടൈപ്പ് ഓഫ് ലാൻഡ്സ്കേപ്സിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ മൂന്നാർ എത്താറായി. പക്ഷെ മഴ ആയതുകൊണ്ട് എല്ലായിടത്തെയും വെള്ളച്ചാട്ടിലും നല്ല വെള്ളമുണ്ട്. അപ്പോൾ അതേ വാട്ടർഫാൾസുമായി. ശരിക്കും എന്തൊരു ഭാഗ്യം നമ്മുടെ കേരളക്കാരുടെ. ഇതൊക്കെ പക്ഷെ നമ്മൾ ശരിക്കും അഡ്വാൻറ്റേജ് എടുക്കുന്നില്ല. ഇവിടെ എത്ര ടൂറിസ്റ്റ് വരേണ്ടതാണ്. പിന്നെ ഭാര്യയ്ക്ക് ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട് ടയേർഡായാലും മാറി മാറി ഓടിക്കാൻ ആളുണ്ട്. നല്ല എക്സ്പേർട്ട് ഡ്രൈവറാണ് പ്രിയ. പക്ഷെ ഇങ്ങനെ ഫുൾ ഫേസ് കവർ ചെയ്തിട്ടൊക്കെ ഓടുള്ളൂ. അത് പ്രിയയുടെ ട്രേഡ് മാർക്കാണ്. ഇപ്പം മൂന്നാർ എത്തി ഗൈസ്. ജസ്റ്റ് ലുക്ക് അറ്റ് ദ വെതർ. നിങ്ങളും വീട്ടിലിരിക്കുകയാണെങ്കിൽ ബ്ലാങ്കറ്റ് പുതച്ചു അടങ്ങിക്കോ. കാരണം ഇത് കാണുമ്പോൾ നിങ്ങൾക്കും തടക്കാൻ സാധ്യതയുണ്ട്. ഗൈസ് എന്ത് ഭംഗിയാന്ന് നോക്കുക. നമ്മൾ ലോകത്ത് എവിടെയൊക്കെ ട്രാവൽ ചെയ്താലും മൂന്നാർ ഇസ് ഓൾവേസ് സോ സ്പെഷ്യൽ ടു അസ്, സോ ബ്യൂട്ടിഫുൾ. ഇത് കാണുമ്പോൾ തന്നെ ഹൗ കെൻ യു നോട്ട് ഫോൾ ഇൻ ലവ് വിത്ത് ദിസ് ഹിൽ സ്റ്റേഷൻ. ഗൈസ് ഈ വെള്ളത്തിന്റെ സൗണ്ടും ആ മഞ്ഞിന്റെ ഇടയിലാണ് നമ്മുടെ അബാദ് കോപ്പർ കാസിൽ. വി ആർ സോ എക്സൈറ്റഡ് ടു റീച്ച് ദേർ. വി ആർ ഫീലിംഗ് സോ ഹാപ്പി. ഇപ്പോൾ വെദർ ഇസ് എ പെർഫെക്റ്റ് 18 degrees Celsius. ഇവിടെയും നമ്മുടെ ലഗേജ് എല്ലാം ഡിസ്ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ അകത്തേക്ക് കയറ്റുള്ളൂ. ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങൾ അബാദ് കോപ്പർ കാസിലെത്തി. ദ വെദർ ഇസ് റിയലി ഔട്ട്സ്റ്റാൻഡിങ്. ആക്ച്വലി ഇവിടെ നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. ഇത്രയും പ്രതീക്ഷയില്ല. ഇത് സിറ്റി എത്തുന്നതിന് മുമ്പാണ്. സോ ആക്സസ് ഇസ് ഓൾസോ വെരി ഈസി. ആൻഡ് കണ്ടിട്ട് എനിക്കൊന്ന് ഭയങ്കര വ്യൂ ആണെന്ന് തോന്നുന്നു. ഞാൻ റോട്ടിൽ നിന്നൊക്കെ കണ്ടപ്പോൾ നല്ല വ്യൂ ആയിരുന്നു. റൂം ഹോപ്പ്ഫുള്ളി വിൽ ഗെറ്റ് എ ഗുഡ് വ്യൂ ഉള്ള റൂം കിട്ടുന്നതാണ് വിശ്വാസം. ഞാൻ പറഞ്ഞാൽ എനിക്കൊന്ന് ഇവിടെ ഈ ഓഫർ നടക്കുന്നുണ്ട് 4,999 for 2 nights. ആ ഓഫർ നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും തിരക്ക്. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ പേര് പറയണം. യു വിൽ ഓൾസോ ഗെറ്റ് ദിസ് ഓഫർ. മറ്റേ നമ്മൾ മാരാറി അബാദിലെ വാട്ടർമെലൺ ജ്യൂസ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് പെർഫെക്റ്റ് ഫോർ ദെയർ വെദർ. ഇവിടുത്തെ വെദറിന് ഇത് ആക്ച്വലി റിസപ്ഷന് ഉള്ള വ്യൂ ആണ്. ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ awesome feeling over here. And ഞാൻ പറഞ്ഞു വന്നത് ഇവിടുത്തെ റിസപ്ഷൻ, ഇവിടുത്തെ വെൽക്കം ഡ്രിങ്ക് ചുറ്റും കാപ്പിയാണ്. സോ ഈ വെദറിന് പറ്റിയ ഒരു വെൽക്കം ഡ്രിങ്ക് ആണ്. ഇവിടെ ടോപ്പ് ഫ്ലോർ ആണ് റിസപ്ഷൻ. എല്ലാ റൂംസും അടിയിലേക്കാണ്. പക്ഷെ എല്ലാ റൂംസിൽ നിന്നും ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ്. അതാണ് ആക്ച്വലി എനിക്കൊന്ന് അബാദിന്റെ ഹൈലൈറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ അടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വിയേർഡ് ഫീലിംഗ് ആണ്. പക്ഷെ ഓരോ സ്ഥലത്തു നിന്നുള്ള വ്യൂ സോ ബ്യൂട്ടിഫുൾ. ഇത് ചെറിയൊരു റൂം ടൂർ ആണ്. കാരണം അധികം റൂം ടൂർ ചെയ്യാവുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ മാത്രം എടുക്കുകയാണ്. ഇറ്റ്സ് എ വെരി ക്ലീൻ റൂം. വളരെ കോസി ആയിട്ടുള്ള ഒരു റൂമാണ്. ഇറ്റ്സ് എ റിയലി ഗുഡ് ബെഡ്. പിന്നെ ഓബിയസ്ലി ചെറിയൊരു വാർഡ്രോബ് ഉണ്ട്. ലഗേജിന് സ്റ്റോർ ചെയ്യാൻ സ്ഥലമുണ്ട്. ബാത്റൂം ഇസ് റിയലി ക്ലീൻ. അതാണ് നമ്മൾ എപ്പോഴും ആദ്യമേ നോക്കുന്നത്. നല്ലൊരു ബാത്റൂം ഉണ്ട്. ഹോട്ട് വാട്ടർ ഇസ് ഓൾവേസ് അവൈലബിൾ. ആൻഡ് നല്ല ഹോം ഷവർ ഉണ്ട്. സോ ബാത്റൂം ഇസ് വെരി ക്ലീൻ. മോഡേൺ ക്ലീൻ റൂമാണ്. വേദു ഹാപ്പിയാണ്. ചെറിയ ടി വി ഉണ്ട്. പിന്നെ മൂന്നാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടി വി ഉപയോഗിക്കുന്നതല്ലല്ലോ. അതല്ലാതെ സീറ്റിംഗ് ഏരിയ 2 പേർക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ള സീറ്റിംഗ് ഏരിയ ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ കാട്ടിയുള്ള ഹൈലൈറ്റ് ഈ കർട്ടൻ തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതായിരിക്കും. ദിസ് ഇസ് സംതിങ് വിച്ച് ഇസ് ടു ഡൈ ഫോർ. കാരണം ഈ ഒരു വ്യൂ ഇതിനാണ് നമ്മൾ ഈ അബാദിന്റെ റിസോർട്ടിലും അല്ലെങ്കിൽ മൂന്നാറിൽ തന്നെ വരുന്നത്. ഇതിപ്പോൾ ബാൽക്കണിയാണ്.
തുറന്ന് പോവാൻ പറ്റില്ല, ഇറ്റ്സ് റെയിനിങ്. തുറക്കാൻ പറ്റും, പക്ഷെ ഇറ്റ്സ് റെയിനിങ്, അതുകൊണ്ട് ഇപ്പോൾ വെളിയിൽ പോകുന്നില്ല. പക്ഷെ ഇവിടെ നിന്നുള്ള ഈ വ്യൂ പ്രോപ്പർ ഒരു വാലി വ്യൂ ആണ് വിത്ത് ഫുൾ ഓഫ് മിസ്റ്റ്. ഇതിപ്പോൾ ഭാഗ്യത്തിന് കുറച്ച് മിസ്റ്റേ ഉള്ളൂ, അല്ലെങ്കിൽ ശരിക്കും ഒന്നും കാണാൻ പറ്റില്ല. റൂമിൻ്റെ അകത്ത് വരെ മിസ്റ്റ് വരുന്നതായിരിക്കും. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ആൻ അമേസിംഗ് 2 days ഇൻ അബാദ് കോപ്പർ കാസിൽ മൂന്നാർ. ആൻഡ് ഈ വ്യൂ തന്നെ ഇവിടെ ഇരുന്ന് ഞങ്ങൾ മിക്കവാറും ഫുഡൊക്കെ ഞങ്ങൾ ഇവിടെ ഇരുന്നായിരിക്കും കഴിക്കുന്നത്. ഈ വ്യൂവും കണ്ടുകൊണ്ട് റൂമിൽ നിന്ന് ടോട്ടൽ ഞങ്ങളുടെ റൂമിന്റെ ഒരു സേഫ്റ്റി അയ്യോ ഞങ്ങൾ ഇരിക്കുന്ന പറഞ്ഞപ്പോൾ വേദു കയറിയിരുന്നത്. വേദു എൻജോയ് ചെയ്യാൻ പോകണം ഇവിടെ ഇരുന്ന്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരുന്നായിരിക്കും മിക്കവാറും അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു മീലെങ്കിലും കഴിക്കുന്നത്. അല്ലേ വേദു? നല്ല രസമില്ലേ വേദു? അല്ലേ വേദു? എവിടെ പോവാ പെട്ടിങ് കൊണ്ട്? നമ്മൾ വന്നേ ഉള്ളൂ വേദു. നിന്റെ ഫേവറേറ്റ് ടോയ് ആണോ? ആണോ വേദു? ഇത് ഫേവറേറ്റ് ടൈം പാസ് ആണ് ഇത്? ട്രാവൽ ബേബി ആണോ വേദു? ട്രാവലർ ബേബി ആണോ വേദു? പ്രിയ റൂം സർവീസ് ഓർഡർ ചെയ്ത് കഴിച്ചു. ലഞ്ചിൻ്റെ ഇവിടെ ബുഫേ ആയിരുന്നു, ഞങ്ങൾക്ക് എത്രയും കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ സ്നാക്സ് എന്തെങ്കിലും കഴിക്കുകയാണ്. പക്ഷേ എനിക്ക് റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിക്കണം എന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ റെസ്റ്റോറൻറ്റിൽ, പിന്നെ ഇവിടുത്തെ സ്റ്റാഫും. ഇറ്റ്സ് ക്രൗഡഡ് ചെയ്യാം, പക്ഷേ എല്ലാവരും പോയി കേട്ടോ. പക്ഷേ ദ റെസ്റ്റോറൻറ്റ് ഇസ് സോ അൺബിലീവബിളി ബ്യൂട്ടിഫുൾ. ഡിക്കോറൊക്കെ നോർമലാണ്, പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ അത് കാണിക്കാൻ വേണ്ടിയാണ് റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചത്. ആ വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനമാണ്, പക്ഷെ ഒരുപാട് പേർക്ക് ഇല്ലാത്ത ഒരു സംഭവമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ആൻഡ് ഇതാണ് റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ. ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദിസ് ഗൈസ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു തണുപ്പ് ഒരു കുളിർമയൊക്കെ തോന്നുന്നില്ലേ? ഓഫ്, ദിസ് ഇസ് സോ അൺബിലീവബിൾ. അപ്പോൾ ഈ 2 ദിവസം ഞങ്ങളുടെ ഈ മൂന്നാർ വ്ളോഗ് കാണുമ്പോൾ നിങ്ങളൊരു ബ്ലാങ്കറ്റ് അടിയിലൊക്കെ ഇരുന്ന് ഒരു കോഫി കുടിച്ച് കാണുക. അപ്പം നിങ്ങൾക്ക് ഒരു ചെറിയ അറ്റ്ലീസ്റ്റ് ഒരു ഫീൽ കിട്ടും. പിന്നെ ഇവിടെ നിന്ന് നേരെ വാട്ടർഫോൾസ് കാണാം. റെസ്റ്റോറൻറ്റ് ഇസ് വെരി ക്ലീൻ ആൻഡ് ഇറ്റ്സ് എ നോർമൽ റെസ്റ്റോറൻറ്റ്. പക്ഷേ ഇവിടുത്തെ ആംബിയൻസ്, ഈവൻ ദ ലൈറ്റിംഗ് ആൻഡ് ഓൾസോ റിയലി ഗുഡ്. നല്ല രസമുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ ഇരുന്ന് ഇന്നത്തെ ഈവനിങ് സ്നാക്ക് കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം. ആൻഡ് ഇത് ജനൽ തുറന്നിട്ടിരിക്കുകയാണ്, ആരും ഇല്ലാത്തതുകൊണ്ടാണ്. നല്ല തണുത്ത കാറ്റുമാണ്. ആൻഡ് ദിസ് അമേസിംഗ് വ്യൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ലഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്നാക്ക് വന്നിട്ടുണ്ട്. സാൻഡ്വിച്ചും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ നല്ല പൈനാപ്പിൾ ജ്യൂസും അതിൻ്റെ കൂടെ മഴയും ടോട്ടൽ ഗൈസ്. ശരിക്കും നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഓഫർ ഭയങ്കര ഹിറ്റാന്ന് തോന്നുന്നു. നല്ല ക്രൗഡ് ഉണ്ട് അവിടെ. എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല ആക്ച്വലി. പിള്ളേരായിട്ടും ഫുൾ ഫാമിലി ക്രൗഡ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറേ ബൈക്കേഴ്സ് ഒക്കെ വന്നിട്ട് പോയി. സോ ഐ തിങ്ക് സോ പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് അഡ്ജസ്റ്റിംഗ് ടു ദിസ് ന്യൂ നോർമൽ. ആൻഡ് അവരവരുടെ ലൈഫ് അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. സോ മൂന്നാർ പിന്നെ അറിയാലോ എപ്പോഴും മലയാളീസിൻ്റെ ഇടയിൽ ഒരു പോപ്പുലർ ഡെസ്റ്റിനേഷൻ തന്നെയായിരുന്നു. അതിൻ്റെ മെയിൻ കാരണം എനിക്കൊന്ന് ഇവിടുത്തെ വെതറാണ്. അതാണ് ഞാൻ വീണ്ടും കാണിക്കുന്നത്. നല്ല മഴയാണ്, പക്ഷെ മഴയും നമുക്ക് വെറും റൂമിൻ്റെ അകത്തിരുന്നു എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ഈ മൂന്നാറിലെ മഴ. ഡയറ്റ് ഒന്നും നടക്കുന്നില്ല. വേദുവിന് അവിടെ വെച്ച് തുടങ്ങിയതാ, എവിടെ മാരാരി വെച്ച് തുടങ്ങിയതാണ് എന്നെ ഫുഡ് കഴിപ്പിക്കാൻ. എപ്പോഴും നിർത്തിയിട്ടില്ല, മൂന്നാർ എത്തിയിട്ടൊന്നും നിർത്തിയിട്ടില്ല. ഇത് ഇവിടുന്ന് പക്ഷെ ഇത് കുറച്ച് ഹെൽത്തി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇത് അത്രയൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഒരെണ്ണമായിട്ടതാ, അത് വലുതാ. ആണ ഇപ്പോഴൊന്നും നിൽക്കുന്നതായിരിക്കില്ല. വേദുവിൻ്റെ പാസ്റ്റ് ടൈം എനിക്ക് ഫുഡ് തരുന്നത്, ഞാൻ ഫുഡ് കഴിക്കുന്നത് കാണാനാന്ന് തോന്നുന്നു വേദുവിന് ഏറ്റവും ഇഷ്ടം. ഒരെണ്ണമായിട്ട് ബഞ്ചായിട്ട് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരെണ്ണമായിട്ട് തരുന്നു. ഇത് ഫുള്ളായപ്പാ. നിർത്തുവോ വേദു? മതി, ഇല്ല ഒരു രക്ഷയില്ല. ആയി, പക്ഷേ ദ വ്യൂസ് ജസ്റ്റ് ഗെറ്റിംഗ് പ്രിറ്റിയർ. മിസ്റ്റേക്ക് ഒന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പം നമുക്ക് നേരെ നല്ലൊരു ക്ലിഫ് വ്യൂ ആണ്. ഇതിൻ്റെ കൂടെ നല്ല തണുത്ത കാറ്റാണ്. ഇതിൻ്റെ ടെമ്പറേച്ചർ അറൌണ്ട് 17 degrees. സോ യു കെൻ ഇമാജിൻ എന്ത് പ്ലസൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇത് ഒരാളിവിടെ വേദു ഹാപ്പിയായി കളിക്കുന്നു, പ്രിയ അവിടെ പുതച്ചുകൂടി കിടന്നുറങ്ങുന്നു. മൂന്നാർ വന്നതിന് ഇതാണ് എല്ലാവരുടെ മെയിൻ ആക്ടിവിറ്റി എന്ന് തോന്നുന്നു, കിടന്നുറങ്ങുക. സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. സമയം ഏകദേശം 7 മണിയായി.
അപ്പോഴാണ് ഞങ്ങൾക്ക് കോഫിയൊക്കെ കുടിക്കാൻ ടൈം കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഒരു ഹോട്ട് ചോക്ലേറ്റ്, ദ ബെസ്റ്റ് തിങ് ഇൻ ദിസ് കോൾഡ് വെതർ. എൻ്റെ കൂടെ പിന്നെയും അബാദിലെ ഫിഷ് ഫിംഗേഴ്സ്, അത് സെയിം ആണെന്ന് തോന്നുന്നു നമ്മുടെ മാരാരി കിട്ടിയത്. പ്രിയ നല്ല ചൂട് കോഫി. മാരാരി കഴിച്ച പോലെ തന്നെ സെയിം ഫിഷ് ഫിംഗേഴ്സാണ്. ഇറ്റ് ഇസ് റിയലി ഡെലിഷ്യസ്. എത്ര പറഞ്ഞിട്ടും മതിയാവുന്നില്ല. കാരണം ഫ്രോസൺ, മറ്റേ സാധാരണ പാക്കറ്റ് കിട്ടി ഫ്രോസൺ സംഭവം അല്ല ഇത് ഇവിടെ ഉണ്ടാക്കുന്നത്. 100% ഷുവർ. പിന്നെ ഇപ്പോൾ പതുക്കെ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, വേദമൂന്ന് ഉറങ്ങുവാണ്, അതുകൊണ്ടാണ്. സോ ഞങ്ങളുടെ ഹോട്ട് ചോക്ലേറ്റും ഫിഷ് ഫിംഗേഴ്സും ഒന്നും ഇത് കഴിച്ച് തുടങ്ങി നിർത്താൻ പറ്റില്ല. അപ്പോൾ ഹോട്ട് ചോക്ലേറ്റും ഫിഷ് ഫിംഗേഴ്സും കോഫിയൊക്കെ ഈ വെതറിൽ എൻജോയ് ചെയ്യാൻ പോവാണ്. അതിന് കുറച്ച് നേരം പിന്നെയും വെറുതെ കിടക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഉഗ്രൻ ബുഫേ ഡിന്നറാണ് എന്ന് പറയാം. കാരണം തിരക്കുള്ളതാണ്, കുറച്ച് ബുഫേ ഡിന്നറുണ്ട്. അതുകൊണ്ട് കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാൻ പോകുന്നു. ബട്ട് വി ആർ ടോട്ടലി എൻജോയിങ് മൂന്നാർ. ആൻഡ് എനിക്ക് ഏറ്റവും ഇതുവരെ കണ്ടതിൽ ഏറ്റവും എനിക്ക് അബാദ് കോപ്പർ കാസിലെ ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത് ഇവിടെ നിന്നുള്ള എല്ലാ റൂമിൽ നിന്നുള്ള ഒരേ വ്യൂ ആണെന്ന് പറയുന്നത്. ആൻഡ് ദിസ് വ്യൂ സോ ഔട്ട്സ്റ്റാൻഡിങ്. ഗൈസ്, ഇന്ന് ഇവിടെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ഹോട്ടലിൽ ഒരു ബുഫേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താമസിക്കുന്ന ഹോട്ടലിൽ ബുഫേ കഴിക്കാനുള്ള അവസരം ഉണ്ടെന്ന് പറയുന്നത്. ഇന്നിവിടെ ഡിന്നർ ബുഫേ ആണ്. അപ്പോൾ ഞാൻ വേദിനെയും പ്രീനെ റൂമിലാക്കിയിട്ട് അതിന് ഞാൻ പോയി കഴിച്ച് നല്ലൊരു അഭിപ്രായം പറയാമെന്ന് വിചാരിച്ചു. എന്നാൽ എനിക്ക് സമാധാനത്തോടെ ഇരുന്നൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വേദം എന്ന് കഴിഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ നമുക്ക് നേരെ ബുഫേ കൗണ്ടറിലേക്ക് പോവാം. സമയമായിട്ടുണ്ട്, ഏകദേശം 9 മണിയായി. അപ്പോൾ ഇതാണ് ഡിന്നർ സ്പ്രെഡ്. അത്യാവശ്യം നല്ല സ്പ്രെഡാണ്. ദേ ഹാവ് സ്റ്റാർട്ടിങ് തന്നെ ചിക്കൻ ജിൻസിങ് സൂപ്പ്. ജിൻസിങ് എന്ന് പറയുന്ന ഒരു ഹെർബാണ്, സംതിങ് സോർട്ട് ഓഫ് ലൈക്ക് എ ജിഞ്ചർ. സോ ഐ ലൈക്ക് ഇറ്റ്. ചിക്കൻ സാലഡ് ഉണ്ട്, ഹവായി ചിക്കൻ സാലഡ് വിത്ത് ലൈക്ക് മോർ ഓഫ് എ കോൾസ്ലാ. പിന്നെ ഫിഷ് ഉണ്ട്, ഡ്രാഗൺ ഫിഷ്. ആൻഡ് ദെൻ ചിക്കൻ പെപ്പർ റോസ്റ്റ്, സം നോർമൽ ഗ്രീൻ സലാഡ്, പാപ്പഡ് ഫ്രൈംസ്, ആൻഡ് ദെൻ ക്രീം ഓഫ് വെജ് സൂപ്പ്. അപ്പോൾ വെജിറ്റേറിയൻസിന് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വലിയ താല്പര്യമില്ലാത്ത സെക്ഷൻ 65 ആൻഡ് സം സ്ലൈസ്ഡ് ബേബി കോൺ ഇൻ മസ്റ്റേർഡ്. ആൻഡ് പനീർ ബട്ടർ മസാല ഉണ്ട്, വെജ് കുർമ ഉണ്ട്, ആൻഡ് രാജ്മ മസാല. പിന്നെ 2 ടൈപ്സ് ഓഫ് റൈസ് ഉണ്ട്. ഒരു സ്റ്റീം റൈസ് ഉണ്ട്, ഒരു പീസ് പുലാവ് ഉണ്ട്, ആൻഡ് ദെൻ സം സ്പൈസി നൂഡിൽസ്. ദാറ്റ് ലുക്സ് റിയലി ഗുഡ്. അപ്പോൾ അത്യാവശ്യം വലിയൊരു സ്പ്രെഡാണ്. ആൻഡ് ഇങ്ങനത്തെ തണുപ്പത്തൊക്കെ തണുപ്പത്തൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റിയ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് ബുഫേയിലേക്ക് പോകാം. എനിക്കൊരു ഹൈലൈറ്റ് സംഭവം ഞാൻ കണ്ടു കേട്ടോ. ഇറ്റ്സ് ലുക്കിംഗ് സോ ഗുഡ്. പംകിൻ ഹലുവ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. സോ ദിസ് ഇസ് ലുക്കിംഗ് റിയലി ഗുഡ്. ആൻഡ് ദർ ഇസ് ഒബ്വിയസ്ലി സം ഫ്രൂട്ട് സാലഡ്, ഫ്രൂട്ട് കസ്റ്റേർഡും ഉണ്ട്. സോ ഐസ്ക്രീമും ഉണ്ട്. തണുപ്പത്ത് എന്തായാലും ഐസ്ക്രീം കഴിക്കുന്ന സുഖം അത് തന്നെയാണ്. എല്ലാവരും ഈറ്റിംഗ് ഐസ്ക്രീം ഉണ്ട്. സോ നല്ല സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ട്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ പെർഫെക്റ്റ് ഡിന്നർ. അപ്പോൾ വേദും പ്രിയ ഇല്ലാതെ വരാനായിരുന്നു പ്ലാൻ. ഞാൻ പോയിട്ട് പിന്നെ പ്രിയ വരാനായിരുന്നു. പക്ഷേ വേദുമോൻ അപ്പളേക്ക് എഴുന്നേറ്റു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും, കാരണം വേദു ഭയങ്കര നോട്ടിയാണ്, ഞങ്ങൾ കഴിക്കാൻ സമ്മതിക്കാറില്ല. അപ്പോൾ വേദുവിന് നമ്മൾ ഈ പംകിൻ ഹലുവ അവരുടെ മെയിൻ ഹൈലൈറ്റ് കണ്ടല്ലേ ഡിസേർട്ടിലെ. ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് ഇറ്റ്സ് റിയലി ഗുഡ് ഗൈസ്. ഇറ്റ്സ് റിയലി ഗുഡ്. ഇതുപോലെ ഒരു സാധനം ഇതുവരെ കഴിച്ചിട്ടില്ല. എനിക്ക് കാജർ ഹൽവേനെ കാട്ടി ഇഷ്ടമായി. അപ്പോൾ ഇതൊന്ന് വേദുവിന് കൊടുത്ത് കഴിക്കുമെന്ന് നോക്കാം. രക്ഷപ്പെട്ടു. അപ്പോൾ വേദു കഴിക്കുന്നുണ്ട്. നല്ല ഹെൽത്തി സാധനമാണ് വേദു. ഇറ്റ്സ് പംകിൻ ആൻഡ് ഷുഗർ ആൻഡ് സം കാർഡമം ആൻഡ് സം ഗീ മേ ബി. അപ്പോൾ ജിൻസിങ് സൂപ്പാണ് ഞാൻ എടുത്തത്, ചിക്കൻ്റെ ജിൻസിങ് സൂപ്പ്. ഇറ്റ്സ് ഭയങ്കര ഒരു സൂതിങ് സൂപ്പാണ്. ലോട്ട് ഓഫ് വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ ക്രീമും അങ്ങനത്തെ സംഭവമൊന്നുമില്ല. സോ ഒട്ടും ഹെവി അല്ല. ചെറുതായിട്ടൊരു ജിഞ്ചറിൻ്റെ ഒരു ഹിറ്റ് ഉണ്ട്. സോ വളരെ ഒരു സൂതിങ് സൂപ്പാണ്. അതിന് ഈ തണുപ്പത്ത് കഴിക്കാൻ പറ്റിയൊരു സൂപ്പാണിത് ഗൈസ്. അപ്പോൾ ഞാൻ എടുത്തത് റൈസും നൂഡിൽസും ആണ്. സോറി, പീസ് പുലാവ് ആൻഡ് സ്പൈസി നൂഡിൽസ്. ഇത്രയും എടുത്തത് എനിക്ക് മാത്രമല്ല കേട്ടോ, എനിക്കും പ്രിയക്കും കൂടെ. അല്ലെങ്കിൽ എല്ലാവരും കൂടെ എപ്പോഴും അവിടെ പോകണ്ടേ. എൻ്റെ കൂടെ കുറച്ച് ചിക്കൻ, ഇത് ഡ്രാഗൺ ഫിഷാണ്, പിന്നെ പെപ്പർ ചിക്കൻ ഇതെടുത്തിട്ടുണ്ട്. പിന്നെ അബാദി വന്നിട്ട് സീ ഫുഡ് അല്ലെങ്കിൽ പ്രോൺസ് ട്രൈ ചെയ്യാതെ പോകാൻ പാടില്ല. അപ്പം പ്രോൺസ് ബുഫേയിലില്ല, പക്ഷെ അവർ സെപ്പറേറ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും ഞങ്ങളുടെ ഡിന്നർ. ഇറ്റ് ലുക്സ് വെരി ഡെലിഷ്യസ്. ഡ്രാഗൺ ഫിഷ്, ലവിങ് ഇറ്റ്. Little bit sweet, spicy, crispy, and the fish is very tender. Dragon fish is a good item. ഇവിടുത്തെ നല്ലൊരു ഐറ്റമാണ്. കാരണം മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ സീ ഫുഡ് ഓർഡർ ചെയ്യാറില്ല, കാരണം നല്ല സീ ഫുഡ് ഇവിടെ കിട്ടില്ല. പക്ഷെ ഇതാ ഇവരുടെ അബാദിൻ്റെ എല്ലാ റിസോർട്ട്സിലും അബാദിയിൽ നിന്ന് തന്നെയാണ് ഫിഷ് വന്നത്. വൺ ഓഫ് ദ
ബിഗസ്റ്റ് സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് ഇൻ കേരള. അതുകൊണ്ട് ഫിഷിന് ഇവിടെ ഒരു കുഴപ്പം കാണില്ല. ഗൈസ് എൻ്റെ പ്രോൺ ഉലർത്തിയത് വന്നിട്ടുണ്ട്. ദിസ് ഈസ് ഗോയിങ് ടു ബി ഓസം ഗൈസ്. ഇതും ആ പുലാവും കൂടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ആൻഡ് ഇൻ ദിസ് കോൾഡ് വെദർ ഇറ്റ്സ് ഗോയിങ് ടു ബി എ പെർഫെക്റ്റ് ഡിന്നർ. മനസ്സ് വീണ്ടും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ. ഞാൻ പറഞ്ഞിട്ടില്ല, അവരെ ഞങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നതാണ്. ദിസ് ഇസ് റിയലി ഗുഡ്. ദിസ് ഇസ് ക്രിസ്പി ഫ്രൈഡ് സ്ക്വിഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്പി ഫ്രൈഡ് സ്ക്വിഡ്. ഇത് കെച്ചപ്പിൽ മുക്കി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അഡിക്റ്റഡ് ആയി പോകുന്നു. ഓർഡർ ചെയ്ത സാധനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ ക്രിസ്പി സ്ക്വിഡ് ഉണ്ടല്ലോ, ബാറ്റർ സോ ലൈറ്റ്, ചെറിയ സോൾട്ടിനെസ് ആൻഡ് ബാറ്റർ ടു സ്ക്വിഡ് റേഷ്യോ ഇസ് പെർഫെക്റ്റ്. കാരണം സ്ക്വിഡാണ് എടുത്ത് നിൽക്കുന്നത്, ബാറ്റർ ജസ്റ്റ് ആ ക്രിസ്പിനെസ് തരാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. നമുക്ക് ആ ക്രിസ്പിനെസ് കേൾക്കാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റ്സ് അമേസിങ് ക്രിസ്പി സ്ക്വിഡ്. പിന്നെ എല്ലാം ഈ വെതറിലും കൂടെ കഴിക്കാൻ അടിപൊളിയാവുമല്ലോ. സോ ഗുഡ് ഗൈസ്. ഫുൾ സ്ക്വിഡാണ്, ബാറ്റർ വെറുതെ പേരിന് മാത്രമേ ഉള്ളൂ. ദിസ് ഇസ് ഹൗ എ പെർഫെക്റ്റ് ക്രിസ്പി സ്ക്വിഡ് ഷുഡ് ബി. ഈസി നൂഡിൽസ് ഉണ്ടല്ലോ, ദാറ്റ്സ് ഓൾസോ റിയലി നൈസ്. കാരണം നൂഡിൽസിന് അധികം ഫ്ലേവറൊന്നുമില്ല, ആ ചില്ലി ഫ്ലേക്സ് ഉപയോഗിച്ച് മാത്രമാണ് അവരത് സ്പൈസ് അപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓവർ കുക്ക്ഡ് അല്ല, സോ ഇറ്റ്സ് എ ബിറ്റ് ചൂയി. ഭയങ്കര മറ്റേ സോഗി അല്ല. നൈസ്, വെരി നൈസ് ചേട്ടാ. എനിക്ക് നൂഡിൽസ് ഇങ്ങനെ ഒരു ഫുൾ മൗത്ത് ഫുള്ളായിട്ട് കഴിക്കുന്ന ഇഷ്ടം. അപ്പോഴാണ് എൻ്റെ ഫുൾ ഒരു ഫ്ലേവറും ടെക്സ്ചറൊക്കെ കിട്ടുള്ളൂ. ഇറ്റ്സ് റിയലി നൈസ്. പിന്നെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒന്നും കഴിക്കില്ല, കാരണം അപ്പോൾ നൂഡിൽസിൻ്റെ ഫ്ലേവർ പോവും. അതായത് 2 പ്രോൺ ഉലർത്തിയതെടുത്ത് വെറുതെ ഗുഡ്. സീ ഫുഡ് ഇസ് ഓൾവേസ് ഗുഡ്. ഞാൻ സീ ഫുഡിൻ്റെ റിവ്യൂ ചെയ്യുന്നില്ല, കാരണം എന്തെടുത്താലും ഇറ്റ്സ് ഗുഡ്. സോ സീ ഫുഡിന് ഇനി ഒരു ഒപ്പീനിയൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ ഇങ്ങനെ ഭയങ്കര ഗ്രാൻഡ് സ്പ്രെഡൊന്നും അല്ല ഗൈസ്. 2 നോൺ വെജേ ഉള്ളൂ, ബാക്കി ഞാൻ ഓർഡർ ചെയ്താണല്ലോ. 2 നോൺ വെജേ ഉള്ളൂ, 2 ഡെസേർട്ടേ ഉള്ളൂ. പക്ഷേ ഇറ്റ്സ് റിയലി നൈസ്. ഉള്ള സാധനങ്ങൾ വളരെ നല്ല ക്വാളിറ്റിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, വളരെ ടേസ്റ്റാണ്, ഇൻഗ്രീഡിയൻസും ഫ്രഷാണ്. ആൻഡ് ഇപ്പോഴാണ് പറയുന്നത് ഷെഫ് 23 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്, മൂന്നാർ തന്നെയാണ് ഇവിടുത്തെ ഷെഫെന്ന്. അപ്പോൾ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ അറിയാമല്ലോ. ഇതായി പറഞ്ഞ ഷെഫ്, നല്ല ഷെഫ്സിൻ്റെ കയ്യിൽ നിന്ന് കഴിക്കാനുള്ള ഭാഗ്യം എപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഈ ഡിഷ് ഇറ്റ്സ് റിയലി ഗുഡ്, പിന്നെ ഹെൽത്തിയും കൂടെയാണ്. നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണം. പംകിൻ ഹൽവയാണ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഇറ്റ്സ് റിയലി യമ്മി. ഒരു കേസരിയുടെ ഒക്കെ ഒരു ടെക്സ്ചറും ഫ്ലേവറുമാണ്, പക്ഷേ പംകിൻ്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പംകിൻ ഇറ്റ്സ് റിയലി നൈസ്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അടിപൊളി അല്ലേ ഗൈസ്? ഇതാണ് പ്രശ്നം. ഇങ്ങനെ മധുരം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും പിള്ളേരുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും. ഇനി ഞങ്ങളുടെ രാത്രി ശിവരാത്രി സെൽഫ് എഡ്മിറേഷൻ ആണ്. ആ കണ്ണാടി നോക്കിയിട്ട് കളിക്കുന്നത്. അപ്പോൾ വേദമോൻ ഇപ്പോൾ കൊണ്ടുപോയി റൂമിൽ കിടത്തിയാലേ കുറച്ച് നേരം കഴിഞ്ഞ് കിടക്കുള്ളൂ. എന്തായാലും തണുപ്പത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. നാളെ കുറച്ചും കൂടെ റിസോർട്ട് എക്സ്പ്ലോർ ചെയ്യണം, നല്ല ഭക്ഷണം കഴിക്കണം, കുറച്ച് റിലാക്സ് ചെയ്യണം, വീണ്ടും ഉറങ്ങണം. സോ വി ആർ ആബ്സല്യൂട്ട്ലി ലവിങ് മൂന്നാർ ഗൈസ്. So hope you guys enjoy this vlog. Always stay happy. Take care. Bye bye.